ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെജ് ബിരിയാണിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടാണ് ഞാൻ ഈ ചോറ് ഉണ്ടാക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് 2 കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 5-6 ഗ്രാമ്പൂ, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ച 4 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം മാത്രമേ ചോറ് വെന്ത് കിട്ടിയാലും മതി. നന്നായിട്ട് തിളച്ച് വന്നിട്ട് ചോറ് കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിയുന്ന തരത്തിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചോറ് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള വേവ് ദം ചെയ്യുമ്പോൾ അതിൽ കിടന്നിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ചോറ് ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായാൽ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ബിരിയാണിയിൽ ചേർക്കാനുള്ള സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഉരുളക്കിഴങ്ങ് ഒന്ന് കളറ് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. 2 ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. കുറച്ച് സോയ ചങ്ക്സും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നാൽ 5-6 പച്ചമുളകും ഒരു 10-15 വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും പിന്നെ 1/4 കപ്പ് പുതിനയിലയും 1/2 കപ്പ് മല്ലിയിലയും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ 1/4 കപ്പ് ഗ്രീൻ പീസ് കുതിർത്തിട്ട് വേവിച്ചതും സവാള ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4 സവാള ഫ്രൈ ചെയ്തതിൽ നിന്ന് കുറച്ച് ബിരിയാണിയിലേക്ക് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ഫുള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്ത സോയ ചങ്ക്സും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് വേവിച്ചിട്ട് ഊറ്റിയിട്ട് മാറ്റി വെച്ച ചോറിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് റോസ് വാട്ടറിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത സവാള, കാഷ്യൂ, റൈസിൻസ്, കട്ട് ചെയ്ത് വെച്ച കുറച്ച് മല്ലിയില, 2 ടീസ്പൂൺ നെയ്യ് ഇതെല്ലാം ചേർത്തിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പഴയ തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ ഇതുപോലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.